വണക്കം ഗൈസ്. ഈ പ്രാവശ്യത്തെ ഫിഫ വേൾഡ് കപ്പിന് ആരാധകരുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ആവേശം ഇല്ല എന്ന് പരക്കെ ഒരു അഭിപ്രായം ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെപ്പോലെ ക്ലബ് ഫുട്ബോളിൻ്റെ ആരാധകരായ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബാർസലോണ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗുണ്ട് പൊട്ടിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് റയൽ മാഡ്രിഡ് വലിയൊരു ബോംബ് എടുത്ത് എറിയുന്നു. ഇതെല്ലാം കണ്ട് നിൽക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെറിയൊരു ഓലപ്പടക്കവുമായിട്ട് പോയിട്ട് കത്തിച്ച് എറിയുന്നു. എന്നിട്ട് പറയുന്നു, എഡേഴ്സൺ ഹിയർ വി ഗോ. അപ്പം എഡേഴ്സൻ്റെ ആ ഒരു ട്രാൻസ്ഫർ ന്യൂസ് കേട്ടപ്പം എനിക്ക് വലിയ ആവേശമൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ. എഡേഴ്സനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം അവസാനത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുകളിൽ എനിക്ക് പറയാനില്ല. എഡേഴ്സൺ എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡർ നമ്മുടെ ഒരു തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ചോയ്സായിട്ട് വരേണ്ട മിഡ്ഫീൽഡറാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം എഡേഴ്സൺ കഴിഞ്ഞാൽ അടുത്ത സംഭവം, അടുത്ത യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് പ്ലാൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ല. ചിലർ പറയുന്നു ഇനിയും 2 മിഡ്ഫീൽഡേഴ്സിനെ സൈൻ ചെയ്യും, അങ്ങനെ ടോട്ടൽ 3 മിഡ്ഫീൽഡേഴ്സിനെ സൈൻ ചെയ്യും എന്ന് പറയുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ഇനി ഒരു മിഡ്ഫീൽഡറും കൂടെ സൈൻ ചെയ്യത്തുള്ളൂ. അപ്പം ഏതായാലും എഡേഴ്സൻ്റെ ആ ഒരു ഡീലിന് ശേഷം യുണൈറ്റഡിൻ്റെ ഫോക്കസ് മുഴുവൻ ഇപ്പം വെസ്റ്റ് ഹാമിൻ്റെ മത്തേസ് ഫെർണാണ്ടസിൻ്റെ പുറകെയാണ്. മത്തേസ് ഫെർണാണ്ടസിന് വേണ്ടി വെസ്റ്റ് ഹാമിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 80 മില്യൺ പൗണ്ട്സാണ്. അപ്പം 80 മില്യൺ പൗണ്ട്സ് വെസ്റ്റ് ഹാം ചോദിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റ് ഹാം ഈ ഒരു മത്തേസ് ഫെർണാണ്ടസിനെ സതാംപ്ടണിൽ നിന്നാണ് കഴിഞ്ഞ സീസണിൽ മേടിച്ചത്. അപ്പം സതാംപ്ടണിൽ നിന്ന് വെസ്റ്റ് ഹാമിലോട്ട് ഈ ഒരു മത്തേസ് ഫെർണാണ്ടസ് വന്ന സമയത്ത് സതാംപ്ടൺ ഒരു 15% സെൽ ഓൺ ക്ലോസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഹാം ഈ ഒരു പ്ലെയറിനെ വിറ്റ് കഴിഞ്ഞാൽ 15% സതാംപ്ടണ് പോകും. അപ്പോൾ 60 മില്യൺ പൗണ്ട്സിന് വെസ്റ്റ് ഹാം വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം 8-9 മില്യൺ പൗണ്ട്സോളം വെസ്റ്റ് ഹാം അല്ലെങ്കിൽ സതാംപ്ടൺ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഇവർ ഈ 80 മില്യൺ എന്ന് പറഞ്ഞ് കടുംപിടുത്തത്തിൽ നിൽക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ്, ആർസണൽ, PSG പോണക്കത്തെ ടീംസ് ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ ആരും 80 മില്യൺ ഒന്നും പേ ചെയ്യാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ടീം ഈ ഒരു വെസ്റ്റ് ഹാം ഈ ഒരു റെലിഗേഷനിൽ നിൽക്കുന്ന അതുകൊണ്ട് തന്നെ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പം മത്തേസ് ഫെർണാണ്ടസും റയൽ മാഡ്രിഡും തമ്മിലുള്ള ലിങ്ക്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ജോസെ ഫെലിക്സ് ഡിയാസ് എന്ന് പറയുന്ന റയൽ മാഡ്രിഡുമായിട്ട് വളരെ ക്ലോസറായിട്ട് നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഈ ഒരു ജേർണലിസ്റ്റ് ശരിക്കും മാർക്കയിൽ 30 വർഷം വർക്ക് ചെയ്ത ജേർണലിസ്റ്റാണ്. അതുമാത്രമല്ല റയൽ മാഡ്രിഡിൻ്റെ ബോർഡും അതേപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസും ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ വെറും ഒരു തള്ളു ജേർണലിസ്റ്റ് അല്ല. പക്ഷേ ഈ ഒരു റയൽ മാഡ്രിഡിന് എന്തിന് മത്തേസ് ഫെർണാണ്ടസിനെ വേണം എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ജോസെ മൊറീഞ്ഞോയ്ക്കാണ് ഈ ഒരു പ്ലെയറിനെ വേണം എന്നുള്ള നിർബന്ധം എന്നാണ് ജോസെ ഫെലിക്സ് ഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡ് നോക്കിയോ, അവിടെ കമവിംഗയുണ്ട്, ഫെഡറിക്കോ വാൽവേർഡെ ഉണ്ട്, അതേപോലെ തന്നെ ആർദ ഗുളറുണ്ട്, ജൂഡ് ബെല്ലിംഗാം ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് കസ്തിയാന്ന് തിയാഗോ പിത്താർച്ചുണ്ട്. അപ്പോൾ അത്രയും പ്ലെയേഴ്സ് ഉള്ള സ്ഥലത്തോട്ട് എന്തിന് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ 80 മില്യൺ പൗണ്ട്സ് കൊടുത്ത് സൈൻ ചെയ്യണം എന്ന് എനിക്കെത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പുള്ളിക്കും അത്രയും കോമ്പറ്റീഷനിലോട്ട് എടുത്ത് ചാടേണ്ട കാര്യമില്ല. അത് പുള്ളിയുടെ കരിയറിന് തന്നെ വലിയൊരു ആപത്താണ്. അപ്പം മാക്സിമം നമ്മൾ ഈ പ്ലെയറിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം. യുണൈറ്റഡ് ആണ് നിനക്ക് നല്ലത്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പുള്ളിയുടെ ഐഡൽ ഇവിടെ ഉണ്ട്. അപ്പം പുള്ളിയൊക്കെ വെച്ച് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഫീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല റയലൊന്നും ഒരിക്കലും 80 മില്യൺ പൗണ്ട്സ് ഒന്നും പേ ചെയ്യത്തില്ല മത്തേസ് ഫെർണാണ്ടസ് പോണക്കത്തെ ഒരു പ്ലെയറിന് വേണ്ടി. അപ്പോൾ യുണൈറ്റഡ് ശരിക്കും എനിക്ക് തോന്നുന്നത് 10-60 മില്യൺ വരെ പേ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ കോമ്പറ്റീഷൻ ആർസണൽ, PSG, റയലിൻ്റെ ഒക്കെ കോമ്പറ്റീഷൻ കാരണം നമ്മൾ കുറച്ചുകൂടെ കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള BBC സൈമൺ സ്റ്റോൺസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു മത്തേസ് ഫെർണാണ്ടസിനെ സൈൻ ചെയ്തില്ലെങ്കിൽ പുള്ളിയെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിരിക്കും എന്ന തരം റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷ കൈവിടാൻ സമയമായില്ല. റയൽ മാഡ്രിഡ് ഇങ്ങനത്തെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ പ്ലെയറിൻ്റെ പ്രിഫറൻസ് യുണൈറ്റഡ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. മത്തേസ് കുണിയ അതേപോലെ തന്നെ എംബിയുമയെ പോലെ തന്നെ മത്തേസ് ഫെർണാണ്ടസ് നമ്മുടെ ഇവിടെ തന്നെ വരും. മത്തേസ് ഫെർണാണ്ടസ് വരിക, മത്തേസ് ഫെർണാണ്ടസിൻ്റെ സൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചും നമുക്ക് ശരിക്കും
പുതിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ഒരു തരം സൈനിങ് ആണ്. എഡേഴ്സൻ്റെ സൈനിങ് പോലല്ല, പക്ഷേ മത്തേസ് ഫെർണാണ്ടസിൻ്റെ സൈനിങ് എക്സൈറ്റിങ് സൈനിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഡീല് കഴിഞ്ഞാൽ എന്താകും എന്ന് എനിക്കറിയത്തില്ല. പലരും പറയുന്നു മൂന്നാമത്തെ സൈനിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈ വലിയൊരു മാർക്കി സൈനിങ്ങിന് വേണ്ടി യുണൈറ്റഡ് പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു അലക്സ് കോട്ട് പോണത്തെ ഒരു മത്തേസ് ഫെർണാണ്ടസിനെ പോലെ തന്നെ ഉള്ള ഒരു പുതിയ ആ ഒരു എന്നാ പറയുന്നത് ചെറിയ ചെക്കൻ, ആ ഒരു വമ്പൻ ടാലൻ്റ് ഉള്ള മത്തേസ് ഫെർണാണ്ടസിനെ പോലെ തന്നെയുള്ള അലക്സ് കോട്ടിനെ ആയിരിക്കും യുണൈറ്റഡ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം പ്രൈസ് 60-65 മില്യൺ പൗണ്ട്സ് തന്നെയായിരിക്കും അലക്സ് കോട്ടിനും ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഈ ടൊണാലി അല്ലെങ്കിൽ എലിയട്ട് ആൻഡേഴ്സൺ, ചോമേനി അങ്ങനത്തെ വലിയ ഡീലുകൾ പുൾ ഓഫ് ചെയ്യാൻ യുണൈറ്റഡ് മടിക്കും. കാരണം യുണൈറ്റഡ് ലെഫ്റ്റ് വിങ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക്, ലെഫ്റ്റ് വിങ്ങർ ഒക്കെ സൈൻ ചെയ്യാനുള്ള ശ്രമം യുണൈറ്റഡ് നടത്തുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ലെഫ്റ്റ് ബാക്ക് യുണൈറ്റഡിന് വേണ്ട പൊസിഷനാണ്. പക്ഷേ ലെഫ്റ്റ് വിങ്ങിന് വേണ്ടി എന്തിനു പോകുന്നു? കാശല്ലേ പോകണ്ടെന്നേ, നിർബന്ധമില്ല. ഇവിടെ 3 മിഡ്ഫീൽഡർ മിനിമം വേണം. ബാക്കിയുള്ള വമ്പൻ ടീമുകളെയൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പം സിറ്റി ആണെങ്കിൽ സിറ്റിക്ക് അത്രയും നല്ല മിഡ്ഫീൽഡ് ഉണ്ടായിട്ടും അവർ എലിയട്ട് ആൻഡേഴ്സിന് വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ടൊണാലി എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ആർസനലിൻ്റെ മിഡ്ഫീൽഡ് നമുക്കറിയാം, അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ഇപ്പം ടൊണാലിയെ വേണം, അല്ലെങ്കിൽ മത്തേസ് ഫെർണാണ്ടസിനെ വേണം. റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡിലോട്ട് അവർ വിറ്റീഞ്ഞ, ജാവോ ഗോമസ്, ജാവോ നെവസ് ഇങ്ങനത്തെ ആൾക്കാരുടെ സൈനിങ്ങിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. അന്നേരമാണ് നമ്മൾ അലക്സ് കോട്ട്, മത്തേസ് ഫെർണാണ്ടസ്, എഡേഴ്സൺ, കോബി മേനു എക്സ്പീരിയൻസ് എവിടെ? ഈ ഒരു ചാമ്പ്യൻസ് ലീഗിലൊക്കെ കളിക്കാനുള്ള എക്സ്പീരിയൻസ് ഈ പ്ലെയേഴ്സിനുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ബാലൻസ് വേണം. എക്സ്പീരിയൻസ്, യൂത്ത്, ഇതിൻ്റെ ഒരു മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്. എക്സ്പീരിയൻസ്ഡ് പ്ലെയറിനെ സൈൻ ചെയ്യണം, എന്നാലേ ഈ ഒരു മിഡ്ഫീൽഡ് ബാക്കിയുള്ള റയൽ മാഡ്രിഡോ ബയൺ മ്യൂണിച്ചോ അല്ലെങ്കിൽ സിറ്റി, ആർസനൽ അങ്ങനത്തെ ടീമും ഒക്കെ ആയിട്ട് മത്സരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പം മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബാർസലോണയാണ് ട്രാൻസ്ഫർ വിൻഡോയിൽ താരമായിട്ട് തിളങ്ങി നിന്നുകൊണ്ടിരുന്നത്. ആൻ്റണി ഗോർഡൻ അത് കഴിഞ്ഞ് അൽവാരസിൻ്റെ ഡീലിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പം ഇതൊക്കെ നോക്കി നിന്ന് റയൽ മാഡ്രിഡ് തിരിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിൽ വമ്പൻ പ്രകടനവുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ഒരു സൈനിങ്ങിൻ്റെ സമയത്ത് നോക്കിയ റയൽ എന്താ ചെയ്യുന്നത്. റയൽ റൈറ്റ് ബാക്കായിട്ടുള്ള അവരുടെ കാർവാഹാൽ, അവരുടെ ക്യാപ്റ്റൻ പോയപ്പോഴത്തേനും തന്നെ അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെൻസിൽ ഡംഫ്രീസിനെ, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന് കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ സൈനിങ്സ് നടത്തും. വിറ്റീഞ്ഞ, ജാവോ നെവസിൻ്റെ കാര്യമൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എൻറിക്കെ റിക്കൽമെ എന്ന് പറയുന്ന മനുഷ്യൻ ഫ്ലോറന്റീനോ പെരസിൻ്റെ മുഖത്ത് നോക്കി ഹാലൻഡ്, യർഗൻ ക്ലോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മാക്കി കാണിച്ചു. പക്ഷേ ഇതൊക്കെ കണ്ട ഫ്ലോറന്റീനോ അണ്ണൻ പറയുന്നു 150 മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡ് മാർക്കി സൈനിങ് നടത്താൻ, അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സൈനിങ് നടത്താൻ വേണ്ടി പൊട്ടിക്കും. അത് അടുത്ത ആഴ്ച തന്നെ 150 മില്യൺ യൂറോസിൻ്റെ ബിഡ് സബ്മിറ്റ് ചെയ്യുമെന്ന് ഫ്ലോറന്റീനോ അണ്ണൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ആ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബയൺ മ്യൂണിച്ചിൻ്റെ മൈക്കിൾ ഒലീസയാണ്. മൈക്കിൾ ഒലീസയ്ക്ക് വേണ്ടി 150 മില്യൻ്റെ സ്റ്റാർട്ടിംഗ് ബിഡ് ചെയ്യാൻ റയൽ മാഡ്രിഡ് തയ്യാറായി നിൽക്കുന്നു. പക്ഷേ 150 അല്ല 200 മില്യൺ യൂറോസ് തന്നാലും മൈക്കിൾ ഒലീസയെ വിട്ടു തരത്തില്ല എന്നാണ് ബയണിൻ്റെ ഡയറക്ടർ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും റയൽ മാഡ്രിഡിന് ആ ഒരു പ്ലാൻ ഉണ്ട്. ഈ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യണമെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് പ്ലാൻ ഉണ്ട്. അവരെന്താണെങ്കിലും മൈക്കിൾ ഒലീസയുടെ ക്യാമ്പുമായിട്ട് സംസാരിച്ച് കാണും, മൈക്കിൾ ഒലീസയുമായിട്ട് സംസാരിച്ച് കാണും. അവിടെ നിന്നൊരു യെസ് കിട്ടാതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ബിഡ് ചെയ്യുമെന്ന് ഒരിക്കലും റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ ഫ്ലോറന്റീനോ പെരസ് പറയത്തില്ല. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ മത്സരങ്ങളൊക്കെ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ ആ ഒരു ഫ്രണ്ട് ത്രീയിൽ അവർക്ക് നല്ലൊരു സ്ട്രൈക്കർ, അതേപോലെ തന്നെ നല്ലൊരു റൈറ്റ് വിങ്ങർ അവരുടെ ടീമിൽ വേണം. എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു ഫ്രണ്ട് ത്രീക്ക് ഒരു അറ്റാക്കിൽ ബാലൻസ് കിട്ടത്തുള്ളൂ. റൈറ്റ് വിങ്ങിനെ സംബന്ധിച്ച് മൈക്കിൾ ഒലീസ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല റൈറ്റ് വിങ്ങേഴ്സിൽ ഒരാൾ. അത് റയൽ മാഡ്രിഡിനെതിരെ ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ പുള്ളി തെളിയിച്ചതുമാണ്. അപ്പം മൈക്കിൾ ഒലീസെ, അതേപോലെ തന്നെ അവർക്കൊരു സ്ട്രൈക്കർ വേണം. പക്ഷേ ഈ സ്ട്രൈക്കറും വിങ്ങറും എല്ലാം കൂടെ ഈ സീസണിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും കൂടുതൽ ടാലൻസ് ഉള്ളത് അവരുടെ ആ ഒരു ലെഫ്റ്റ് വിങ് ലിഡിയാണ്. എംബാപ്പെ ആയാലും അതേപോലെ തന്നെ വിനീഷ്യസ് ആയാലും അതേപോലെ തന്നെ റോഡ്രിഗോ, ഇവരെല്ലാവരും ലെഫ്റ്റ് വിങ്ങേഴ്സാണ്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെ വിറ്റ് നല്ലൊരു സ്ട്രൈക്കറിനെ മേടിക്കാൻ
റയൽ തുനിയണം, റയലിന് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുക അല്ലെങ്കിൽ ലോകത്തിലെ നമ്പർ 1 ടീമായി മാറുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ആ ഒരു ഫ്രണ്ട് ത്രീയിൽ ബാലൻസ് കൊണ്ടുവരാൻ റയൽ ശ്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനത്തെ വമ്പൻ സൈനിങ് ഒക്കെ റയൽ നടത്തുമ്പോൾ എനിക്ക് യുണൈറ്റഡ് ഫാൻ എന്നുള്ള രീതിയിൽ എനിക്ക് കൊതി വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും എഡേഴ്സൻ്റെ സൈനിങ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നത്, അല്ല ചുമ്മാ വന്നിരുന്ന് കുറ്റം പറയുക എന്നുള്ളത് എനിക്ക് യുണൈറ്റഡിനെ കുറ്റം പറഞ്ഞ് താഴ്ത്തി കാണിക്കണമെന്ന് യാതൊരു അഭിപ്രായമില്ല. പക്ഷേ ഉള്ളത് നമ്മൾ പറയാതിരിക്കരുത്. നമ്മൾ യുണൈറ്റഡ് ഫാൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ്ബ് അല്ലെങ്കിൽ ക്ലബിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് കാണിച്ചാലും അത് ശരിയാണെന്ന് വെക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചെന്നമ്മ കമൻസ് ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല വീഡിയോ കേട്ടോ.